ഹായ് ഗൈസ്, അപ്പോൾ കുറേ നാളായല്ലേ നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ നിരത്തി എല്ലാ ദിവസവും ഇട്ടിട്ട് കുറച്ച് പരിപാടികളുമായിട്ട് തിരക്കായിപ്പോയി. അപ്പോൾ നമ്മളിതാ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഗസലിലാണ്, കണ്ണൂരുള്ള. ഇവിടെ നിന്ന് ഒരു കബാബ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത്. ഇവിടെ കുറേ പ്ലേറ്റേഴ്സും വെറൈറ്റി കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ കബാബ് പ്ലേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മന്തി റൈസിൻ്റെ സെയിം റൈസ് ആയിരുന്നു. ഇതാ കണ്ടോ, അറബിക് പ്ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ടിക്കാസ് വരുന്ന പ്ലേറ്ററാണ്, അതുകൊണ്ട് അത് കഴിച്ചില്ല. ഇന്നൊരു കബാബ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത്. ഇതെന്ന് വെച്ചാൽ മന്തി റൈസ്, പിന്നെ കുറേ കബാബ്സാണ് വരുന്നത്. ബീഫിൻ്റെയും അദാനി കബാബ്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കബാബൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ മെനു ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസാണ്. പേര് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഐറ്റംസിലുള്ള സാധനത്തിൻ്റെയൊക്കെ പേര് ആ മെനുവിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ മെനുവിൻ്റെ ഷോട്ടും കൂടി എടുത്തത്. അപ്പം ഇത് കഴിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കബാബ്സിൻ്റെയും ടേസ്റ്റ് ഒരേപോലെ എനിക്ക് തോന്നി. കുറേ അദാനി കബാബ്, മറ്റേ കബാബ്, മറിച്ചേ കബാബ് എന്നെല്ലാം മറ്റ് പേര് കൊടുത്ത് കാണുന്നുണ്ട് ഒരു പ്ലാറ്ററിൽ. കബാബ് പ്ലാറ്റർ എന്നാണ് ഈ പ്ലാറ്ററിൻ്റെ പേര്. അതിൽ തന്നെ അദാനി, മറ്റേത് മറിച്ചേത് എന്ന് പറഞ്ഞാൽ കുറേ കബാബിൻ്റെ പേരും റൈസും ഹുമൂസും കുബൂസും സാധനങ്ങളൊക്കെയാണ് ഇത് കോംബോയിൽ വരുന്നത്. പക്ഷേ ഈ വട്ടത്തിലുള്ള ഈ മൊത്ത സാധനമില്ലേ, സെയിം ടേസ്റ്റാണ് എല്ലാത്തിനും. ആ ഒറ്റയൊന്ന് മാത്രം ഭയങ്കര സ്വീറ്റ്. ആ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനമില്ലേ, ആപ്പിൾ കബാബ്, അതിന് മാത്രം ഭയങ്കര മധുരവും, ബാക്കിയെല്ലാം സെയിം ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നും ആയില്ല. കുറേ പേര് പോകുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ ഗസലിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഗൈസ്? കാരണം സൗണ്ടൊക്കെ അടിച്ച് കിടക്കുവാണ്, പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട്. അതാണ്. അപ്പോൾ സ്ഥലം ഒന്നുകൂടി പറയാം, കണ്ണൂരുള്ള ഗസലാണ്. അപ്പോൾ ഓക്കെ, ബൈ.